ലതാസ് എജു വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ടിയുടെ പുതുക്കിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഭാഷാ പഠനത്തിന് നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് അക്ഷരങ്ങൾ തന്നെയാണ്. ഇവിടെയും നമുക്ക് ആദ്യം അതിലേക്ക് പോകാം. എ, ഓ എന്നീ ദീർഘാക്ഷരങ്ങളില്ലാതെ 13 അക്ഷരങ്ങളായി വരുന്ന സ്വരാക്ഷരങ്ങളാണ് ഇവ. ഇവയാണ് ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ. മലയാള അക്ഷരങ്ങളുടെ ഉച്ചാരണം പോലെ തന്നെയാണ് ഹിന്ദി വ്യഞ്ജനാക്ഷരങ്ങളുടെയും ഉച്ചാരണം. ഇവയാണ് ഹിന്ദിയിലെ ചിഹ്നങ്ങൾ. ഇവയെ മാത്ര എന്ന് അറിയപ്പെടുന്നു. സ്വരാക്ഷരങ്ങളെയാണ് ഈ മാത്രകളായി മാറ്റിയിരിക്കുന്നത്. അക്ഷരങ്ങളും ചിഹ്നങ്ങളും സ്വായത്തമായതിനു ശേഷം നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ പേജിലുള്ള നാം, കക്ഷ, സ്കൂൾ എന്ന പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി പറയാനാണ് ശ്രമിക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ എഴുത്തിലേക്ക് കടക്കുക. അപ്പം നാം എന്നാൽ അർത്ഥം നെയ്യും എന്നാണ്, അതായത് പേര്. നമ്മളുടെ പേര് നമ്മൾ എങ്ങനെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. मेरा नाम रामू है. मेरा नाम अमन है. मेरा नाम पूर्णिमा है. ഈ പ്രവർത്തനം മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചാലോ? मैं रामू हूँ. मैं अमन हूँ. मैं पूर्णिमा हूँ. ഈ രണ്ട് രീതിയും കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. രണ്ട് രീതിയിലും പറയാൻ ശ്രമിക്കുമല്ലോ അല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും നമ്മുടെ സ്കൂളും ചേർത്ത് അവതരിപ്പിക്കാവുന്നതാണ്. ഈ 3 കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മളെ അവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? नमस्ते, मेरा नाम पूर्णिमा है. मेरी कक्षा 5 है. मेरा स्कूल UPS वडगरा है. പ്രാരംഭ പ്രവർത്തനം എന്ന രീതിയിലാണ് ഈ ഭാഗം നമ്മൾ ഇവിടെ അവതരിപ്പിച്ചത്. വ്യാകരണം ചേർത്ത് പറയുമ്പോൾ ഇതിൽ അല്പം വ്യത്യാസങ്ങൾ കൂടി വരാനുണ്ട്. അത് അടുത്ത പാഠങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലേഖന പ്രക്രിയയും മറ്റു പ്രവർത്തനങ്ങളും അടങ്ങുന്ന അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.